ഒരു ഭാഗത്ത് ജാഥ നടത്തുകയാണ്. വന്യജീവികൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ജാഗ്രതയുള്ളവരാണ്. വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഫെൻസിങ് പോണപ്പോൾ നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ, ഫെൻസിങ് ഉണ്ട് അവിടെ. നമ്മൾ പോയ പ്രദേശത്ത് നിങ്ങളെല്ലാം പോയല്ലോ. നിങ്ങളുടെ എല്ലാം വലതുഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് പൂർണ്ണമായ ഫെൻസിങ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പൂർണ്ണമായ ഫെൻസിങ്. ബാക്കിയുള്ള ചിലത്ത് ഇനി പൂർത്തിയാക്കാനുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമുക്കിത് കാണാൻ കഴിയും. ഒന്നോ രണ്ടോ വളരെ കുറച്ച് വീടുകളെ ആ പ്രദേശത്തുള്ളൂ. ആ വളരെ കുറച്ച് വീടുകളുടെ പ്രദേശത്തേക്ക് പോലും കിലോമീറ്റർ കണക്കിൽ നമ്മൾ കമ്പിവേലി കെട്ടി വന്യമൃഗത്തിൽ നിന്നും ജനങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു എന്നതിൻ്റെ അനുഭവം നമ്മൾ ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ കാണുകയാണ്. വളരെ കുറച്ച് വീടുകളെങ്കിലും ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ പ്രചാരവേല എന്തായിരുന്നു? ഗവൺമെന്റിന്റെ അശ്രദ്ധയെക്കുറിച്ചാണ്. എല്ലാം കേരള ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇടാനാണ്. ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയല്ല. ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനെതിരായി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സുകാർ വൈദ്യുതി കമ്പി വഴി വന്യമൃഗത്തിനെ ഇലക്ട്രിസിറ്റി അടുപ്പിച്ച് കൊന്ന് അത് വിറ്റ് കാശാക്കുകയാണ് എന്നത് എത്ര ഖേദകരമായ വസ്തുതയാണ്. ഇതാണ് ഇവരുടെ തനി സ്വഭാവം എന്ന് ഈ കേരള ജനതയ്ക്ക് തിരിച്ചറിയാൻ ഒരവസരം കിട്ടി ഇത് എന്നതും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്ന ദുഃഖഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇത് കാണുന്നത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇങ്ങനെയാണ് ഇവർ പെരുമാറുന്നത്. എത്ര നിരുത്തരവാദപരമായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആ പഞ്ചായത്ത് പെരുമാറിയിരിക്കുന്നത്. പഞ്ചായത്തുകൾക്ക് ഈ ക്ഷുദ്രജീവികളായ വന്യമൃഗങ്ങളെ പ്രത്യേകിച്ച് പന്നിയൊക്കെ വെടിവെച്ചാലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയത് ചെയ്യാവുന്നതാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ സമീപനം എന്താ? UDF പഞ്ചായത്തിന്റെ സമീപനം എന്താ? ആ പ്രവർത്തനം നിർത്തിവെച്ചു. ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ കണ്ടതിനെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തനം നടത്തുന്ന ആ സാമൂഹ്യമായി ഗുണമുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളെ കൊണ്ട് ആ ചുമതല നിർവഹിക്കാതെയാക്കി. ആരെങ്കിലും ആ ചുമതല നിർവഹിച്ചാൽ അവർക്ക് പൈസയും കൊടുക്കാതെയായി. അപ്പോൾ ഒരു ഭാഗത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കുക, നിയമവിരുദ്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർലോഭം ചെയ്യുക എന്ന രീതി നമ്മുടെ UDF വിശേഷിച്ച് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. നാളെ ആ പഞ്ചായത്തിലേക്ക് LDF മാർച്ച് നടത്താണ്. കാരണം ആ പഞ്ചായത്തിനാണ് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. UDFന് നിയന്ത്രണമുള്ള ആ പഞ്ചായത്ത് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ LDF വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് നാളെ നമ്മൾ മാർച്ച് നടത്തും. പിന്നെ ഇതിൽ ഉത്തരവാദികളെ സംബന്ധിച്ച് ഗവൺമെന്റ് നല്ല അന്വേഷണങ്ങൾ നടത്തണം. അന്വേഷണം നടത്തി ഇത്തരം ഗൂഢാലോചനകളുടെ പിന്നിലെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷിക്കണം.